Miscellaneous exercise question number 1. The relation f is defined by f of x equal to x square 0 less than or equal to x less than or equal to 3, 3x, 3 less than or equal to x less than or equal to 10. The relation g is defined by g of x equal to x square 0 less than or equal to x less than or equal to 2, 3x, 2 less than or equal to x less than or equal to 10. Show that f is a function and g is not a function. ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിൽ തന്നെയാണ്. അപ്പൊ നമുക്കറിയാം എക്സിന്റെ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് വരുന്നത്. ഓക്കെ, ആ എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ് വെൻ എക്സ് ഈസ് ഫ്രം 0 to 3. അതാണ് ഇതിന്റെ അർത്ഥം. 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് എക്സിന് എടുക്കുമ്പോൾ ഇമേജ് ആയിട്ട് വരുന്നത് എക്സ് സ്ക്വയർ ആണ്, അതായത് ആ നമ്പറിന്റെ സ്ക്വയർ. 3 മുതൽ 10 വരെ എക്സിന് വാല്യൂ എടുക്കുമ്പോൾ ഇമേജ് ആയിട്ട് വരുന്നത് 3 into എക്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ രണ്ടാമത് വേറൊരു റിലേഷനും കൂടെ തന്നിട്ടുണ്ട്, അത് ഫംഗ്ഷൻ അല്ല എന്നും നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് പ്രൂവ് ചെയ്യാം. ഫസ്റ്റ് വി ഷോ എഫ് ഈസ് എ ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ എക്സ് എന്ന് പറയുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 നമ്മൾ ഇന്റർവൽ ഫോമിൽ എങ്ങനെ എഴുതാം? എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0-3. അങ്ങനെയാണല്ലോ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0-3 ആണ്. സോ നമുക്കറിയാം ക്ലോസ്ഡ് ഇന്റർവൽ 0-3 ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ട്. 0 and 3 are also included. അങ്ങനെയാണെങ്കിൽ for any x belongs to 0-3 closed interval 0-3 f of x equal to x square ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻഡ് പോയിന്റ് 0 എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 0 സ്ക്വയർ 0 തന്നെ വരും. അടുത്തത് ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ട്. ആർബിട്രറിലി നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 0ക്കും 3ക്കും ഇടയ്ക്കുള്ള നമ്പേഴ്സ് ആണ് 1ഉം 2ഉം വരുന്നുണ്ട്. എക്സ് 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ത് വരും? 1 സ്ക്വയർ 1 തന്നെ വരും. 2 വരുമ്പോൾ 4 വരും. അതായത് നമുക്ക് ഇതിലുള്ള എലമെന്റ്സ് എല്ലാം എടുക്കുന്നത് നിങ്ങൾ എഴുതണമെന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. എക്സ് 0 ആകുമ്പോൾ ഇമേജ് ആണ് എഫ് ഓഫ് എക്സ്. ഇമേജിന്റെ രൂപം അങ്ങനെയാണ്, എക്സ് സ്ക്വയർ ആണ്. ഏതാണോ ഫസ്റ്റ് എലമെന്റ് എടുക്കുന്നത് അതിന്റെ സ്ക്വയർ ആണ് സെക്കൻഡ് എലമെന്റ് ആയിട്ട് വരുന്നത്. സോ 0 തന്നെ വരും. എക്സ് അടുത്ത നമ്പർ 1 എടുക്കുമ്പോൾ 1 വരും. 2 എടുക്കുമ്പോൾ 4 വരും. അങ്ങനെ പോകും. അതാണ് ഈ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ റിലേഷനിലെ എലമെന്റ്. സോ 0 എന്ന എലമെന്റിന് 0 തന്നെയാണ് ഇമേജ് വരുള്ളൂ. 1 എന്ന എലമെന്റ് എടുത്താൽ അതിന്റെ ഇമേജ് ആയിട്ട് 1 മാത്രമേ വരുള്ളൂ. 2 എന്ന ഒരു എലമെന്റ് എടുത്താൽ അതിന്റെ ഇമേജ് 4 മാത്രമേ വരുള്ളൂ, വേറെ ഒരു നമ്പറും വരില്ല. 2ന് വേറൊരു ഇമേജ് വരില്ല, 4 അല്ലാതെ വേറൊരു ഇമേജ് വരില്ല. അപ്പൊ അവസാന നമ്പറായ 3 എടുക്കുമ്പോഴും 3യുടെ ഇമേജ് 9 മാത്രമേ വരുള്ളൂ, വേറൊരു നമ്പർ 3യുടെ ഇമേജ് ആയിട്ട് വരില്ല. ബിക്കോസ് സ്ക്വയർ ഓഫ് എ നമ്പർ ഈസ് യുണീക്ക്. ഒരു നമ്പറിന്റെ സ്ക്വയർ എപ്പോഴും യുണീക്ക് ആണ്. സോ നമുക്ക് പറയാം ഫോർ എനി എക്സ് ബിലോങ്സ് ടു 0-3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഹാസ് 1 and only 1 value. മനസ്സിലായോ? സോ ഫോർ എനി എക്സ് ബിലോങ്സ് ടു 0-3 എഫ് ഓഫ് എക്സ് ഹാസ് 1 and only 1 value. ഓക്കെ, അതേപോലെ തന്നെ ആ സെയിം റിലേഷനില് എക്സിന്റെ വാല്യൂ 3യും 10ഉം 3ക്കും 10നും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആണെങ്കിൽ ഇൻക്ലൂഡിങ് 3 and 10 ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 3x ആണ്. ഓക്കെ, ഇവിടെ അത് എക്സ്
ഈ ഒരു ഇന്റർവെല്ലിൽ ഏത് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിലും അതിന് ഒരേ ഒരു ഇമേജ് മാത്രമേ വരുള്ളൂ എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. 3 എടുക്കുമ്പോൾ 9 മാത്രമേ ഇമേജ് ആയിട്ട് വരുള്ളൂ. വേറൊരു നമ്പറും 3യുടെ ഇമേജ് ആയിട്ട് ഇവിടെ വരില്ല. കാരണം 3 into 3 എപ്പോഴും 9 തന്നെയാണ്. അത് വേറൊരു നമ്പർ ആവില്ല. ഓക്കെ, സോ ഈ ഇന്റർവെല്ലില് f of x has one and only one value. Okay, so for any x belongs to closed interval 3, 10, f of x equal to 3x has one and only one value. Okay, അപ്പോൾ നമുക്ക് ഈ ഒരു 0 മുതൽ 3 വരെയും എക്സിന് വാല്യൂ കൊടുത്താൽ എഫ് ഓഫ് എക്സിന് വാല്യൂസ് കിട്ടും. 3 മുതൽ 10 വരെയും എക്സിന് വാല്യൂസ് കൊടുത്താൽ എഫ് ഓഫ് എക്സിന് വാല്യൂസ് കിട്ടും. സോ ജനറലായിട്ട് നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് 0 മുതൽ 10 വരെ ഡിഫൈൻഡ് ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. 3 എന്ന വാല്യൂ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് 2 തരത്തിൽ ഡെഫിനിഷൻ വരുന്നുണ്ട്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയറും ആകുന്നു, എഫ് ഓഫ് എക്സ് 3x ആകുന്നു. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഒരു റിലേഷനിൽ എക്സിന് വാല്യൂ 3 എന്ന് എടുക്കുമ്പോൾ ഒരേ ഒരു ഇമേജേ കിട്ടാൻ പാടുള്ളൂ, എന്നാൽ മാത്രമാണ് ഇത് ഫംഗ്ഷൻ ആവുകയുള്ളൂ. അപ്പൊ 3 എന്ന വാല്യൂ എടുക്കുമ്പോൾ ആദ്യത്തെ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ നമുക്ക് 3 സ്ക്വയർ 9 ഇമേജ് വരുന്നുണ്ട്. രണ്ടാമത്തെ ഡെഫിനിഷൻ ഉപയോഗിച്ചാലും 3 into 3 9 തന്നെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് 3 ഹാസ് one and only one image. ഇവിടെ 3 എന്ന വാല്യൂവിനും യുണീക്ക് ഇമേജ് ആണ്, മറ്റുള്ള വാല്യൂസിന് നമ്മൾ ചെക്ക് ചെയ്തു യുണീക്ക് ഇമേജ് ആണ്, ഇതിലും മറ്റുള്ള വാല്യൂസിന് ചെക്ക് ചെയ്ത് യുണീക്ക് ഇമേജ് ആണെന്ന്. സോ ഇവിടെ ഈ ഒരു തന്നിരിക്കുന്ന റിലേഷനിൽ ഏത് എക്സ് വാല്യൂവിനും ഒരേ ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ. സോ ദിസ് റിലേഷൻ ഈസ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം therefore ഇവിടെ നമ്മൾ 0, 3ലും ഒരേ ഒരു ഇമേജ് ഉണ്ടെന്ന് കണ്ടു, 3, 10ലും ഒരേ ഒരു ഇമേജ് ഉണ്ടെന്ന് കണ്ടു. സോ നമുക്ക് പറയാം given relation is defined, വാല്യൂ ഉണ്ടെങ്കിലാണ് അത് ഡിഫൈൻഡ് ആവുള്ളൂ. ഓക്കെ, is defined for all x belongs to 0, 10. 0 മുതൽ 10 വരെ എഫ് ഓഫ് 3 ഇമേജസ് ഉണ്ട്, ഓരോ എക്സിനും ഇമേജസ് ഉണ്ട്. ഇനി അതെല്ലാം യുണീക്ക് ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പൊ നമുക്ക് 3ന്റെ കേസിൽ മാത്രമേ അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, സോ നൗ വി ഹാവ് ടു ചെക്ക് whether the value of f of x is unique at x equal to 3, because 3 എന്ന വാല്യൂ 2 ഡെഫിനിഷനിലും എക്സിന് എടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ അത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, റീസൺ എന്താണ്? സിൻസ് 3 ബിലോങ്സ് ടു both the intervals 0, 3 and 3, 10. Okay, when 3 belongs to the first interval, closed interval 0, 3, f of x equal to 3 സ്ക്വയർ വരും, ദാറ്റ് ഇസ് 9 വരും. എക്സ് 3 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് നമുക്ക് എഫ് ഓഫ് 3 എന്ന് എഴുതാം. എഫ് ഓഫ് 3 9 കിട്ടും. 3 രണ്ടാമത്തെ ഇന്റർവെല്ലാണെങ്കിലോ എഫ് ഓഫ് എക്സ് 3 into 3 9 തന്നെ കിട്ടും. എഫ് ഓഫ് 3 9 തന്നെയാണ് വരിക. ഓക്കെ, therefore at x equal to 3 f of x has a unique value. Hence, the given relation f is a function.
ഓക്കെ, ഇനി ഇവിടെ വേറൊരു ഫംഗ്ഷൻ കൂടെ നമുക്ക് തന്നിട്ടുണ്ട്, g of x എന്ന് പറഞ്ഞ ഒരു g എന്ന ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. സോ ഫോർ എനി x, g of x equal to x square if x is in between 0 and 2, and g of x equal to 3x if x is in between 2 and 10. ഓക്കെ, അതായത് 0 to closed interval 0-2 g of x x square ആണ്. സോ സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ യുണീക്ക് ആണ്. സോ 0 മുതൽ 2 വരെ ഏത് വാല്യൂ എടുത്താലും യുണീക്ക് ഇമേജസ് നമുക്ക് കിട്ടും. അതേപോലെ 2 മുതൽ 10 വരെ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. സോ മൾട്ടിപ്പിൾ ഓഫ് 3യും യുണീക്ക് ആണ്. സോ 2 മുതൽ 10 വരെ ഏത് വാല്യൂ എടുത്താലും യുണീക്ക് വാല്യൂ തന്നെയാണ് കിട്ടുക. പക്ഷേ ഈ രണ്ട് ഡെഫിനിഷനും കോമൺ ആയിട്ട് വരുന്ന ഒരു നമ്പർ ഉണ്ട്, 2. 2 ഫസ്റ്റ് ഡെഫിനിഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജ് 2 സ്ക്വയർ ആണ് 4. 2 സെക്കൻഡ് ഡെഫിനിഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമേജ് വരുന്നത് 3 into 2 6 ആണ്. അതായത് ഈ തന്നിരിക്കുന്ന റിലേഷനിൽ 2വിന് 2 ഇമേജസ് വരും, 4ഉം 6ഉം. ഒരു എലമെന്റിന് 2 ഇമേജസ് വന്നിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആവില്ല. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. For any x belongs to closed interval 0-2, g of x equal to x square has one and only one value. Okay, for any x belongs to അടുത്ത interval 2 to 10, g of x equal to 3x has one and only one value. Therefore, g of x is defined. ഈ രണ്ട് ഇന്റർവെല്ലിനെ കമ്പൈൻ ചെയ്യുമ്പോൾ 0 to 10 അത് ഡിഫൈൻഡ് ആണ്. രണ്ട് ഇന്റർവെല്ലിലും ഉള്ള ഒരു നമ്പറാണ് 2, കോമൺ ആയിട്ടുള്ള നമ്പറാണ് 2. സോ 2വിനും യുണീക്ക് വാല്യൂ ആണെന്ന് നമുക്ക് നോക്കണം. അറ്റ് x equal to 2, g of x has more than one value. That is, when 2 belongs to the first interval 0-2, g of x, അതായത് g of 2, എക്സിന് 2 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2 സ്ക്വയർ ആണ് 4 വരും. സോ 2ന്റെ ഇമേജ് ആണ് 4. 2 belongs to 2-10 കൊടുക്കുമ്പോൾ g of x, അതായത് g of 2 നമുക്ക് 3x ആണ്. സോ 3 into 2 6 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം g of x has more than one value at x equal to 2. So g is not a function. Therefore, g is not a function. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്നതാണ് സാധാരണ. അപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിലാണ് ഡെഫിനിഷൻ തരുന്നതെങ്കിൽ, ഇങ്ങനെ പീസ് വൈസ് ആയിട്ടാണ് തരുന്നതെങ്കിൽ രണ്ടും ഡെഫിനിഷനാണ്. ഓക്കെ, അപ്പോൾ ഒരേ പോയിന്റിന് ഡിഫറെൻറ്റ് ഡെഫിനിഷൻ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം 0 മുതൽ 3 വരെ എക്സ് സ്ക്വയർ ആണ്, 3 മുതൽ 10 വരെ 3x ആണ്, രണ്ട് ഇന്റർവെല്ലും 3 വരുന്നുണ്ട്. സോ 3ക്ക് വരുന്ന ഇമേജസ് രണ്ട് ഡെഫിനിഷനും സെയിം ആണോ എന്ന് നോക്കണം. ഇവിടെ സെയിം ആണ്, 3 സ്ക്വയർ 9 ആണ്, 3 into 3 9 ആണ്. സോ ഈ തന്നിരിക്കുന്ന റിലേഷൻ ഫംഗ്ഷൻ ആണ്. ഇവിടെ അത് തന്നെയാണ് തന്നിരിക്കുന്നത്. 0 മുതൽ 2 വരെ എക്സ് സ്ക്വയറും 2 മുതൽ 10 വരെ 3xും രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റ് 2 മാത്രമാണ്. സോ 2വിന് യുണീക്ക് ഇമേജ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ 2 ആദ്യത്തെ ഡെഫിനേഷനിൽ കൊടുക്കുമ്പോൾ 4 കിട്ടും, 2 രണ്ടാമത്തെ ഡെഫിനേഷനിൽ കൊടുക്കുമ്പോൾ 3 into 2 6 കിട്ടും. ഡിഫറെൻ്റ് ആണ്. ഡിഫറെൻ്റ് ആണെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, കാരണം 2വിന് 2 ഇമേജസ് വരുന്നുണ്ട്. സോ 2വിന് യുണീക്ക് ഇമേജ് ഉണ്ടാകാൻ പാടുള്ളൂ. സോ ഇത് ഫംഗ്ഷൻ അല്ല. Miscellaneous exercise question number 11. Let f be the subset of set cross set defined by f is equal to
Set build-up formula, ordered pair, first element is of the form AB, second element is of the form A plus B such that these A and B are integers. Set means set of all integers ആണ്, അതിലെ elements ആണ് Aയും Bയും. Is F a function from set to set? Justify your answer. So, എങ്ങനെയാണ് തന്നിരിക്കുന്ന റിലേഷൻ ഫംഗ്ഷൻ ആണെന്ന് പറയാം. സോ ദിസ് ഇസ് എ സബ്സെറ്റ് ഓഫ് സെറ്റ് ക്രോസ് സെറ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ റിലേഷൻ. എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. സോ ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്ന് പറയണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ചെക്ക് എവറി എലമെന്റ് ഓഫ് സെറ്റ് ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ്. എല്ലാ എലമെന്റിനും ഒരേ ഒരു ഇമേജ് ആണോ ഈ ഒരു റിലേഷനിൽ വരുന്നത് എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിനു വേണ്ടിയിട്ട് ശരിക്കും മനസ്സിലാക്കേണ്ടതാണിത്. കാണുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ആദ്യം തോന്നാമെന്നേ ഉള്ളൂ. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ജസ്റ്റ് 10th വരെ നമ്മൾ ഈ ഒരു ടോപ്പിക്കുകൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പരിചയിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് രണ്ട് ഇൻഡിജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് സെയിമായി വരുന്ന നമ്പറിൻ്റെ ഇമേജ് യുണീക്ക് ആണോ എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ഒരേ പ്രൊഡക്റ്റ് വരുന്ന രണ്ട് ഇൻഡിജേഴ്സ് വീതം കൺസിഡർ ചെയ്താൽ മതി. ഏത് വേണമെങ്കിലും ഏതൊരു നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് 6 എന്ന നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1ഉം 6ഉം വരാം, 2ഉം 3ഉം വരാം. 1 and 6 are 2 integers. 2 and 3 are 2 integers. ഓക്കെ, അപ്പോൾ നോക്ക് 1 into 6ഉം 6 തന്നെയാണ്, 2 into 3ഉം 6 തന്നെയാണ്. Then what about 1 plus 6? 1 plus 6 ചെയ്യുമ്പോൾ 7 കിട്ടും. 2 plus 3 ചെയ്യുമ്പോൾ 5 കിട്ടും. അതായത് പ്രൊഡക്റ്റ് 6ന് രണ്ട് ഇമേജസ് വരാം. ഓക്കെ, ഇവിടെ നോക്കൂ. എ ബി ബിലോങ്സ് ടു സെഡ് ആണെങ്കിൽ എ ഇൻറ്റു ബി ആണ് നമ്മൾ ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. സോ ഞാൻ രണ്ട് ഇൻഡിജേഴ്സ് 1ഉം 6ഉം എടുത്തിട്ടുണ്ടെങ്കിൽ ഓർഡേഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റ് ഈസ് 1 into 6 6. സെക്കൻഡ് എലമെന്റ് 1 plus 6 7. വേറെ രണ്ട് ഇൻഡിജേഴ്സ് എടുക്കുന്നു 2ഉം 3ഉം. അതിൻ്റെ പ്രൊഡക്റ്റ് 2 into 3 6, 2 plus 3 5. സോ ഈ രണ്ട് എലമെന്റ്സും എവിടെ ഉണ്ടാവണം? എഫിൽ ഉണ്ടായിരിക്കും. കാരണം എഫിലെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഏതോ രണ്ട് ഇൻഡിജേഴ്സ് എടുത്തു, അതിൻ്റെ പ്രൊഡക്റ്റ് എഴുതി, അതിൻ്റെ സം എഴുതി. ഇവിടെ 1ഉം 6ഉം എടുത്തപ്പോൾ 6 പ്രൊഡക്റ്റ് വന്നു, സമ്മ് 7 വന്നു. 2ഉം 3ഉം എടുത്തപ്പോൾ പ്രൊഡക്റ്റ് 6 വന്നു, സമ്മ് 5 വന്നു. ദാറ്റ് മീൻസ് വാട്ട് യു ഒബ്സർവ് ഹിയർ? 6ന് രണ്ട് ഇമേജസ് വരുന്നുണ്ട്. സോ 6ന് രണ്ട് ഇമേജസ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഫംഗ്ഷൻ ആകുമോ? ഇത് ഫംഗ്ഷൻ ആവില്ല. അപ്പോൾ നമുക്കത് എഴുതാം. ഹിയർ എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം സെറ്റ് ടു സെറ്റ്. ഓക്കെ, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? ഇതിനെ എങ്ങനെ എഴുതാം? ഓർഡേഡ് പെയറിൽ ഡെഫിനിഷൻ തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് എലമെന്റ് എന്ന് തുടങ്ങണം. ഓക്കെ, സെക്കൻഡ് എലമെന്റ് ഈസ് ഇമേജ് ഓഫ് ഫസ്റ്റ് എലമെന്റ് ആണ്. സോ അണ്ടർ ദ ഫംഗ്ഷൻ, അണ്ടർ ദ റിലേഷൻ എഫ്, സോ എഫ് ഓഫ് എ ബി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് നമുക്കിവിടെ എഴുതാം. where this a comma b belongs to set. Okay, അപ്പോൾ നമ്മൾ നോട്ട്സ് എഴുതുന്ന സമയത്ത് ഇങ്ങനെ വേണം എഴുതാൻ. given f defined from set to set by f of ab is equal to a plus b, a comma b belongs to set. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം എടുക്കുന്നു, എക്കും ബിക്കും രണ്ട് വാല്യൂസ് എടുക്കുന്നു. ലെറ്റ് a is equal to 1, b is equal to 6. a 1ഉം b 6ഉം ആണെങ്കിൽ f of ab equal to a plus b implies f of ab. ab എന്ന് പറയുമ്പോൾ 1 into 6. a into b ആണ് ab. So 1 into 6, 6. f of 6 equal to 1 plus 6, 7.
ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് 6 7 എന്ന് കിട്ടി. നെക്സ്റ്റ് വി ടേക്ക് ലെറ്റ് എ ഈസ് ഈക്വൽ ടു 2, ബി ഈസ് ഈക്വൽ ടു 3. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി implies f of AB 2 into 3 6. f of 6 equal to 2 plus 3 5. So that is f of 6 has no unique value. f of 6 ന് ഒരേ വാല്യൂ അല്ല ഉള്ളത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണുള്ളത്. Therefore it is not a function.